മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലം തന്നെയാണ്. നാഗ്പൂർ ഓറഞ്ചും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാഗ്പൂരിലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അതായത് RSSന്റെ പ്രധാന കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു നിർണായകമായ ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്താൻ പോകുന്നത്. അതായത് ആ, നാഗ്പൂരിനെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയന്ത്രണത്തിലാക്കുക, അതായത് അവിടെ ഒരു യുദ്ധവിമാന യൂണിറ്റ് തുടങ്ങുക എന്നതിന്റെ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, യുദ്ധവിമാനങ്ങളുടെ വലിയ രീതിയിലുള്ള ആവശ്യകത കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിൽ നിന്നും 113 റഫാൽ യുദ്ധവിമാനങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കം. അതിനുവേണ്ട യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കാൻ, അതിനുവേണ്ട ഒരു നിർമ്മാണ യൂണിറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. കാരണം ഏത് സമയം വേണമെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ 2.0 തുടങ്ങാം എന്ന ഒരു ഒരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം പാകിസ്ഥാനും ചൈനയും ഏത് രീതിയിൽ വേണമെങ്കിലും ഇന്ത്യ ആക്രമിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആയുധ മേഖലയിൽ കുറച്ചുകൂടെ ശക്തി ആർജിക്കേണ്ടതുണ്ട്. നമുക്ക് യുദ്ധവിമാനങ്ങൾ കൂടുതൽ വേണം. കാരണം തേജസ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ നമ്മൾ ഇപ്പോൾ വിശ്രമത്തിലാണ്. അപ്പോൾ കൂടുതലായിട്ട് യുദ്ധവിമാനങ്ങളുടെ ആവശ്യമുണ്ട്. റഫാൽ എന്ന യുദ്ധവിമാനം നമുക്ക് കണ്ണടച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ അത് പാകിസ്ഥാന് നേരെ പ്രയോഗിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്രയും വിശ്വാസയോഗ്യമായ ഒരു വിമാനമാണ്. അമേരിക്ക ഇപ്പോൾ F-35 ഒക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അത്രയും വിശ്വാസം അമേരിക്കയുടേതില്ല. കാരണം ട്രംപിന്റെ സ്വഭാവമാണ്. ട്രംപിന്റെ കാല് പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രംപിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇരട്ടി വില അല്ലെങ്കിൽ ഇരട്ടി തലവേദനയായിരിക്കും ട്രംപ് നമുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്ന രീതിയിലേക്ക് നിന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സുലഭമായത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഏതാണോ അതാണ് നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത്. നിലവിൽ നാഗ്പൂരിൽ വമ്പൻ ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കാൻ ഫ്രഞ്ച് വിമാന നിർമ്മാതാക്കളായ ദസോൾട്ട് ഏവിയേഷൻ തയ്യാറെടുക്കുകയാണ്. വർഷത്തിൽ 24 റഫേൽ യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കാൻ കഴിയുന്ന ഉയർന്ന ശേഷിയുള്ള കേന്ദ്രമാണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഒരു വിദേശ യുദ്ധവിമാന നിർമ്മാതാക്കൾ ഇന്ത്യയിൽ ഇതുവരെ ആരംഭിക്കുന്നതിൽ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായിരിക്കും ഇതെന്നാണ് കമ്പനി തന്നെ പറയുന്നത്. ഫൈനൽ അസംബ്ലി യൂണിറ്റ് എന്നതിനൊപ്പം പൂർണ്ണമായും വ്യവസായവത്കരിച്ച ഉൽപാദന ഹബായി നാഗ്പൂർ കേന്ദ്രം രൂപപ്പെടുത്താനാണ് നീക്കം. ഇന്ത്യക്കായി ഉള്ളതും കയറ്റുമതിക്കായി ഉള്ളതുമായ റഫേൽ ഓർഡറുകൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കേന്ദ്രമാക്കുക, ഒരു വ്യവസായ ഹബായി മാറ്റുക എന്നതാണ് നാഗ്പൂരിനെ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഫ്രാൻസിൽ പ്രവർത്തിക്കുന്ന ഡസോൾട്ടിന്റെ പ്രധാന റഫേൽ നിർമ്മാണ കേന്ദ്രത്തിന് പുറമെ നാഗ്പൂരിൽ രണ്ടാമത്തെ ആഗോള നിർമ്മാണ ഹബായി മാറും. റഫേൽ നിർമ്മാണ പദ്ധതിക്ക് ഇന്ത്യയിലെ വിശാലമായ വ്യോമയാന വ്യവസായ ശൃംഖലയുടെ പിന്തുണ ഉണ്ടാകും. ടാറ്റ, മഹീന്ദ്ര, ഡൈനാമാറ്റിക്സ്, L&T തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ കമ്പനികൾക്കൊപ്പം നിരവധി ടയർ 2, ടയർ 3 വിതരണക്കാരും റിസോർട്ടിന്റെ ആഗോള സപ്ലൈ ചെയിനിൽ ഭാഗമാകും. ഇതിനകം തന്നെ ടാറ്റ റഫേൽ ഫ്യൂലേജ് ഭാഗങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പ്രധാന പങ്കാളിയായി മാറിയിട്ടുണ്ട്. ഫ്രാൻസിന് പുറത്ത് നിർണായക റഫേൽ എയർ സ്ട്രക്ചറുകൾ നിർമ്മിക്കുന്നതിന്റെ ആദ്യ ഉദാഹരണമാണിത്. ഈ ദീർഘകാല വ്യവസായ പങ്കാളിത്തം ഇന്ത്യൻ വ്യോമയാന മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. കൂടാതെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വിലയിരുത്തപ്പെടുകയാണ്. പാരീസ് എയർ ഷോയിൽ ഡസോൾട്ട് ഏവിയേഷനും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ തന്ത്രപരമായ പങ്കാളിത്തം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഡസോൾട്ട് ഏവിയേഷന് വേണ്ടിയുള്ള ഫാൽക്കൺ 6X, 8X അസംബ്ലി പ്രോഗ്രാമുകൾ ഉൾപ്പെടെ എല്ലാ ഫാൽക്കൺ സീരീസ് വിമാനങ്ങളുടെയും മികവിന്റെ കേന്ദ്രമായി DRAL ഉയർന്നു വരുമെന്നാണ് വിവരം. ഫാൽക്കൺ 6X, 8X എന്നിവയ്ക്കായി വലിയ അസംബ്ലി ലൈനുകൾ ഇവിടെ സ്ഥാപിക്കും. ആഗോള വിമാന നിർമ്മാണ ഭൂപടത്തിൽ നാഗ്പൂർ സ്ഥാനം കണ്ടെത്തുന്നതിൽ അടുത്ത തലമുറ ബിസിനസ് വിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ ഹൈലൈറ്റ് ക്ലബിലേക്ക് ഇത് ഇന്ത്യയെ എത്തിക്കും. സമാനമായ വിമാനങ്ങൾ നിർമ്മിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ, അത് US, ഫ്രാൻസ്, കാനഡ, ബ്രസീൽ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഫ്രാൻസിന്റെ ഒരു മിഡിൽ പവർ ആണ് എന്നതാണ് പ്രധാന കാരണം. അതുകൊണ്ട് ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും യുദ്ധവിമാനങ്ങൾ വാങ്ങിയാൽ രാഷ്ട്രീയ നഷ്ടമുണ്ടാകില്ല. US നിന്നും 5ാം തലമുറ യുദ്ധവിമാനമായ F-35 വാങ്ങിയാൽ അത് ഇന്ത്യക്ക് രാഷ്ട്രീയ നഷ്ടം നൽകും. ഉദാഹരണത്തിന് അമേരിക്ക പാകിസ്ഥാനും ആയുധങ്ങൾ നൽകുന്ന രാജ്യമാണ്. ഈയിടെ പാകിസ്ഥാൻ അമേരിക്ക പണ്ട് നൽകിയ F-16 യുദ്ധവിമാനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിന് അമേരിക്ക സഹായിക്കുമെന്ന് ട്രംപ് ഒരു പ്രസ്താവന നൽകിയിട്ടുണ്ട്. അത് അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ത്യ കാണുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആയുധ ഇടപാടുകളൊന്നും നടത്താതെ ഇന്ത്യ ഇങ്ങനെ ഫ്രാൻസിനെയൊക്കെ റഷ്യയുമൊക്കെ അവിടെ നിന്നൊക്കെ ആയുധങ്ങൾ വാങ്ങുന്നത്.